നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുടെ മതസ്പർദ്ധ വർദ്ധിച്ചതായി ജർമ്മനിയുടെ മുൻ ചാൻസലർ ആംഗല മെർക്കൽ. 2014 ശേഷം ഇന്ത്യയിൽ മതപരമായ അസഹിഷ്ണുത വർദ്ധിച്ചുവെന്നും മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഹിന്ദുത്വ ശക്തികളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചുവെന്നും ആംഗല മെർക്കൽ പറയുന്നു. എന്നാൽ ഇതിനെ മോദി എതിർക്കുകയാണ് ചെയ്തത്. നിർഭാഗ്യവശാൽ വസ്തുതകൾ പറയുന്നത് മറിച്ചാണെന്ന് പറഞ്ഞ മെർക്കൽ, ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് മതസ്വാതന്ത്ര്യമെന്ന നിരീക്ഷണവും പങ്കുവച്ചു. ഫ്രീഡം മെംവാസ് 1951-2021 എന്ന ആത്മകഥയിൽ ആണ് മെർക്കൽ ഇക്കാര്യം പരാമർശിക്കുന്നത്. വിഷ്വൽ ഇഫക്റ്റ് ഏറെ ഇഷ്ടപ്പെടുന്ന നേതാവെന്നാണ് മോദിയെ മെർക്കൽ വിശേഷിപ്പിക്കുന്നത്. 2015 ജർമ്മനിയിലെ കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ തന്റെ സ്റ്റുഡിയോ പ്രസംഗം 50-ലേറെ സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് മോദി വാചാലനായെന്നും മെർക്കൽ വിവരിക്കുന്നു. അതേസമയം മോദി ഭരണത്തിൽ രാജ്യത്ത് നടക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്കെതിരെ നിരവധി പേരാണ് ഓരോ ദിവസവും രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യത്ത് വർദ്ധിക്കുന്ന വർഗീയ സംഘർഷങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയും ഈ അവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടും 17 പ്രമുഖ വ്യക്തികൾ നരേന്ദ്രമോദിക്ക് കത്തെഴുതിയത്. ഇസ്ലാം വിരുദ്ധ പ്രസംഗങ്ങൾ, ബീഫിന്റെ പേരിലുണ്ടായ ആൾക്കൂട്ട ആക്രമണങ്ങൾ, ഇങ്ങനെ നീളുന്നു BJP ഭരണത്തിൽ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ. വിദ്വേഷ സംഘർഷങ്ങളിൽ വലിയ വർധനമാണ് രാജ്യത്ത് വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. പശു സംരക്ഷണത്തിന്റെയും സദാചാര പോലീസിന്റെയും ഒക്കെ പേരിൽ സ്വകാര്യ സേനകൾ നടക്കുന്ന ആക്രമണങ്ങൾ, ആൾക്കൂട്ട ആത്മഹത്യകളും കൂട്ടബലാത്സംഗങ്ങളും കുട്ടികളെ കൊലപ്പെടുത്തുന്നതുമൊക്കെ വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തിന്റെ ക്രമസമാധാനം ഓരോ ദിവസവും പൂർണ്ണമായും തകരുകയാണ്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന ഭാവമാണ് മോദി സർക്കാർ നടിക്കുന്നത്. ഓൺലൈൻ ഡെസ്ക്, കൈരളി ന്യൂസ്.